ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കാർഷിക സമൃദ്ധിയും ജനക്ഷേമവും ലക്ഷ്യമിട്ടുള്ള ബജറ്റിൽ ഭൂരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനും കാർഷിക വിപ്ലവത്തിനുമായി വിപുലമായ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും പുതിയ നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തി ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ് ബജറ്റ് അവതരിപ്പിച്ചു. സാംസ്കാരിക തനിമയും കാത്തുസൂക്ഷിക്കുന്ന ചേലക്കരയുടെ വളർച്ചയിൽ ഓരോ പൗരനെയും പങ്കാളികളാക്കുക എന്നതാണ് ഈ ബജറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം. കഴിഞ്ഞ കാലയളവിൽ നാം കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയും കാലഘട്ടം ആവശ്യപ്പെടുന്ന പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുമുള്ളതാണ് ഈ ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 2026-27 പ്രതീക്ഷിത വരവ് 75,88,86,475 രൂപ. പ്രതീക്ഷിത ചിലവ് 72,27,71,800 രൂപ. പ്രതീക്ഷിത നീക്കി ബാക്കി 3,31,14,675 രൂപ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതി കന്നി ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക സമൃദ്ധിക്കും ജനക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന 2026-27 വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖാണ് അവതരിപ്പിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ് ബജറ്റ് അവതരിപ്പിച്ചത്. 75.58 കോടി രൂപ വരവും 72.27 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. ഭൂരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനും കാർഷിക വികസനത്തിനുമായി വലിയ തുക വകയിരുത്തി. ചേലക്കര മാർക്കറ്റ് നവീകരണത്തിനൊപ്പം ഡയാലിസിസ് രോഗികൾക്കായി പ്രത്യേക യൂണിറ്റ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും ഏറെ ശ്രദ്ധേയമായി. സ്ത്രീ ശാക്തീകരണത്തിനായി ഷീ ഓട്ടോ പദ്ധതി, മെൻസ്ട്രൽ കപ്പ് വിതരണം എന്നിവയും യുവാക്കൾക്കായി ഓപ്പൺ ജിം പദ്ധതിയും ബജറ്റിലുണ്ട്. കർഷകർക്കായി ഞാറ്റടി പദ്ധതിയും കാർഷിക ഇടങ്ങളിൽ സോളാർ വേലി സ്ഥാപിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുവാനും ബഡ് സ്കൂളിന് സ്ഥലം വാങ്ങുവാനും തുക നീക്കിവെച്ചിട്ടുണ്ട്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വിനോദ് പന്തലാടി, ബൽക്കീസ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. എന്നാൽ ബജറ്റ് പഠിച്ചതിനു ശേഷം മാത്രമേ മറുപടി നൽകൂവെന്ന് പ്രതിപക്ഷ നേതാവ് K. നന്ദകുമാർ യോഗത്തിൽ വ്യക്തമാക്കി. നമ്മൾ ഈ കളിസ്ഥലം എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ തോന്നൂർക്കരയിൽ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപയ്ക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്. അതിൽ കളിസ്ഥലമാവണമെങ്കിൽ അതിന് കുറേ കൂടെ പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ വേറെ എവിടെ നിന്നും ഫണ്ട് കിട്ടാനൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഫണ്ട് കൂടി ഇതിനകത്ത് കാണിക്കണമെന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്. കൂടുതൽ വിവരങ്ങൾ പഠിക്കാത്തതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല.